അപ്പോൾ ഒരു പരാമർശം നടത്തുമ്പോൾ ആർക്കാണ് ഇവിടെ ബാധിച്ചിരിക്കുന്നത്? അത് ശരിക്കും ബാധിച്ചിരിക്കുന്ന വേടനെ മാത്രമാണ്. നമുക്ക് പലപ്പോഴും അറിയാം, ഒരു സ്ത്രീ വന്നിട്ട് പരാമർശം നടത്തി കഴിഞ്ഞാൽ അത് ശരിയോ തെറ്റോ എന്തുമായിക്കോട്ടെ, അതിനു മുൻപ് തന്നെ പുരുഷനെ കുറ്റക്കാരനാക്കിക്കൊണ്ടും പുരുഷനായിരുന്നു തെറ്റുകാരനെന്നുള്ള രീതിയിലേക്കും കേസും അതേപോലെ തന്നെ മാധ്യമങ്ങളും എല്ലാം എടുത്തിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ആരോപണം വരുമ്പോൾ തന്നെ ഈ പുരുഷൻ്റെ ഫോട്ടോ എല്ലായിടത്തും സ്പ്രെഡ് ആവും. ഇപ്പോൾ വേടൻ്റെ ഫോട്ടോ തന്നെ എല്ലാ പരസ്യങ്ങളിലും എല്ലാ ന്യൂസിലും വേടൻ്റെ ഫോട്ടോയാണ്. ആ ഫോട്ടോ ഇട്ടിട്ട് വേടനെ അന്വേഷിക്കുന്നു, വേടൻ ഒളിവിലാണ്, വേടനെ ഉടനെ പൊക്കും, വേടൻ അങ്ങനെയാണ്, വേടൻ മറ്റേതാണ്, വേടൻ്റെ അമ്മയെ വേടൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു കുറ്റാരോപിതൻ മാത്രമാണ് വേടൻ. അത് നമ്മൾ മനസ്സിലാക്കണം. ഇരയെന്ന് പറയുന്ന പെൺകുട്ടി ഈ കാര്യങ്ങൾ പറയുമ്പോഴും അത് സത്യമാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ മുഖ്യധാരാ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇതേപോലെ തുടക്കക്കാരായിട്ടുള്ള ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് വരുന്ന യൂട്യൂബ് ചാനലുകളും ഈ വേടൻ്റെ ഫോട്ടോ സഹിതം എടുത്താണ് ഇടുന്നത്. വേടന് വേണമെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാം. പക്ഷേ വേടൻ്റെ അവസ്ഥ ഇപ്പോൾ അതല്ലല്ലോ. വേടൻ എവിടെയോ ഒരു സൈഡിലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? പേടിച്ചിട്ടാണ്. നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളുടെ ഇരട്ടത്താപ്പും തന്തയില്ലായ്മയും ഒക്കെ പേടിച്ചിട്ട്